കർണാടകയിൽ ഇസ്രയേൽ വിനോദസഞ്ചാരിയെയും ഹോം സ്റ്റേ ഉടമസ്ഥയെയും കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ പ്രതികൾക്ക് വധശിക്ഷ. ഗംഗാവതി ജില്ലാ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. നാണക്കേടുണ്ടാക്കിയ ഹംപി കൂട്ടബലാത്സംഗ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ വിധിച്ച് കർണാടകയിലെ ഗംഗാവതി ജില്ലാ കോടതി. ഇസ്രയേലി വനിതയെയും ഹോം സ്റ്റേ നടത്തിപ്പുകാരിയെയും കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും അമേരിക്കൻ വിനോദസഞ്ചാരിയെ തടാകത്തിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് 3 പ്രതികളെ ശിക്ഷിച്ചത്. ബലാത്സംഗത്തിനും കവർച്ചയ്ക്കും ജീവപര്യന്തം തടവ് ശിക്ഷ നൽകി. മർദ്ദിച്ച സംഭവത്തിൽ 7 വർഷം തടവും നൽകിയിട്ടുണ്ട്. അമേരിക്കൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിലാണ് 3 പ്രതികൾക്കും മരണശിക്ഷ നൽകിയത്. 21, 22, 27 വയസ്സുള്ള പ്രതികൾക്ക് പ്രായത്തിന്റെ ആനുകൂല്യം നൽകിയില്ല. പ്രതികൾ 3 പേരും കുറ്റക്കാരാണെന്ന് ഈ മാസം ആദ്യം കോടതി വിധിച്ചിരുന്നു. പ്രതികൾക്കെതിരെ ചുമത്തപ്പെട്ട കൊലപാതകം, കൂട്ടബലാത്സംഗം, കവർച്ച എന്നീ കുറ്റകൃത്യങ്ങൾ സംശയാതീതമായി തെളിയിക്കപ്പെട്ടതോടെയായിരുന്നു ഇത്. 2025 മാർച്ച് 7 സനാപൂരിന് സമീപം അരങ്ങേറിയത് മാപ്പർഹിക്കാത്ത കുറ്റകൃത്യമാണെന്ന് കോടതി വിലയിരുത്തി. രാത്രി ഭക്ഷണത്തിന് ശേഷം പാട്ടും നൃത്തവുമായി ആഘോഷിക്കുകയായിരുന്ന സംഘത്തെയാണ് ബൈക്കിലെത്തിയ 3 പ്രതികൾ ചേർന്ന് ക്രൂരമായി ആക്രമിച്ചത്. സംഘത്തിലുണ്ടായിരുന്ന അമേരിക്കൻ പൗരനെ സംഘം നദിയിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തു. ജനം, ഡൽഹി.